നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ഇല്ല എന്ന നിലപാട് സ്വീകരിച്ച കെ സുരേന്ദ്രനെ രംഗത്തേക്കിറക്കി വയനാട്ടിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് BJP. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ശക്തനായ നേതാവിനെ തിരഞ്ഞെടുത്ത പാർട്ടി ഒടുവിൽ സംസ്ഥാന അധ്യക്ഷനിലേക്ക് തന്നെ എത്തുകയായിരുന്നു. സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച രാഹുലിനെതിരെ മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ സുരേന്ദ്രന്റെ പ്രതികരണവും. വയനാട് വ്യക്തിപരമായിട്ട് വളരെ അധികം ബന്ധമുള്ള മണ്ഡലമാണ്. പൊതുജീവിതം ആരംഭിച്ചത് വയനാട്ടിൽ നിന്നുമാണെന്നും സുരേന്ദ്രൻ പറയുന്നു. വയനാട് ജില്ലയിൽ യുവമോർച്ച പ്രസിഡന്റ് ആയിട്ടായിരുന്നു രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. തീർച്ചയായിട്ടും ഇതെന്റെ മണ്ണാണ്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. എനിക്ക് ഇവിടെ പെർമനന്റ് വിസയാണുള്ളത്, രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിൽ ശക്തമായ മത്സരം ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കഴിവിന്റെ പരമാവധി ചെയ്യുകയും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുകയും ജനവിശ്വാസം ആർജിക്കാൻ കഴിയുമെന്നതും ഉറപ്പാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. പൂർണ്ണ സന്തോഷത്തോടു കൂടി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നു. രാഹുൽ ഗാന്ധിയോട് വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ മത്സരിക്കാൻ അവസരം തന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡയോടും നന്ദി അറിയിക്കുന്നു എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും അമേഠിയിലെ ജനങ്ങൾ എങ്ങനെ വിധി എഴുതിയോ അതേ രീതിയിൽ വയനാട് വിക്കുറി രാഹുലിനെതിരെ വിധി എഴുതുമെന്നും സുരേന്ദ്രൻ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ തവണ രാഹുലിനെതിരെ BDJS മത്സരിച്ച സീറ്റ് ഇത്തവണ BJP ഏറ്റെടുക്കുകയായിരുന്നു. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇതുവരെ NDAക്ക് 8%-ലധികം വോട്ടുകൾ ഇവിടെ നേടാൻ ആയിട്ടില്ല. BDJSൽ നിന്നും ഏറ്റെടുത്ത വയനാട്ടിൽ BJPയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യമായിരുന്നു ശക്തമായിരുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും പ്രതിപക്ഷ നിരയിലും പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും ആനി രാജയെയും മാറ്റുരയ്ക്കുന്നുവെന്ന സവിശേഷതയാണ് വയനാടിനുള്ളത്. ഇതിലേക്ക് ദേശീയ നിരയിലെ ആരെങ്കിലും BJP സ്ഥാനാർത്ഥിയാകുമോ എന്നതായിരുന്നു പ്രധാന ആകാംക്ഷയും. AP അബ്ദുള്ളക്കുട്ടി, സന്ദീപ് വാര്യർ, CK ജാനു തുടങ്ങിയവരുടെ പേരുകളും നേതൃത്വം പരിഗണിച്ചു. ഒടുവിലായിരുന്നു കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ പേരിലേക്ക് എത്തിച്ചേർന്നത്. 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ വൈകിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും BJP നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു. ലോക്സഭയിലേക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും 2 തവണയും നിയമസഭയിലേക്ക് മഞ്ചേശ്വരത്തിൽ നിന്നും 2 തവണയും മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 89 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച 3 ലക്ഷത്തോളം വോട്ട് പിടിച്ചെടുത്ത് ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ച 40,000-ഓളം വോട്ട് പിടിച്ച് കരുത്തു കാട്ടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം കോന്നി മണ്ഡലങ്ങളെ മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 67,000-ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. വയനാട്ടിൽ സുരേന്ദ്രന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിന് ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നതെന്ന പ്രതീതിയും കേരളത്തിൽ പുറത്തും അകത്തും സൃഷ്ടിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതേസമയം BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്ന 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം നടന്നു. എറണാകുളത്ത് KS രാധാകൃഷ്ണൻ, കൊല്ലത്ത് നടൻ G കൃഷ്ണകുമാർ, ആലത്തൂരിൽ TN സരസു എന്നിവരെയും NDA സ്ഥാനാർത്ഥികളാക്കി പ്രഖ്യാപിച്ചു. ഇതോടെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും NDAക്ക് സ്ഥാനാർത്ഥികളായി. 3 മുന്നണികളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ പ്രചാരണം പൊടിപാറും.